പോലീസിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷവും ലാത്തിവീശലും ഇന്നുമുണ്ടായി. യൂത്ത് കോൺഗ്രസും KSUവും BJPയും നടത്തിയ മാർച്ചുകളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുഖം മറച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിലാണ് കണ്ണൂരിൽ KSU പ്രതിഷേധ മാർച്ച് നടത്തിയത്. കണ്ണൂർ DIG ഓഫീസിലേക്കായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഏകദിന ഉപവാസം നടത്തി. പോലീസ് മർദ്ദനത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്നും അക്രമികളായ പോലീസുകാർക്ക് മുഖ്യമന്ത്രി മാനസിക പിന്തുണ നൽകുന്നുവെന്നും സമരത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ MP ആരോപിച്ചു. കേരളത്തിലെ പോലീസ് മർദ്ദനങ്ങളുടെ കാരണഭൂതൻ പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇനി ആർക്കും രേഖപ്പെടുത്താനുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. പിണറായി ഭരണത്തിൽ നടക്കുന്നത് പോലീസ് ക്രൂരതയും അനാസ്ഥയുമെന്ന് ആരോപിച്ച് BJP കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാളയത്തു നിന്ന് ആരംഭിച്ച മാർച്ച് മാനാഞ്ചിറ LICക്ക് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകരെ നീക്കാൻ 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. BJP കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി താമരശ്ശേരി DYSP ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. കേരളത്തിലെ പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് പ്രവർത്തിക്കുന്നത് പേപിടിച്ച നായ്ക്കളെ പോലെയാണെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അതിക്രമം തുടർന്നാൽ പോലീസിന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്നും മുഹമ്മദ് ഷിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ പണവും വാങ്ങി 4 നേരം മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് എമ്പക്കവും വിട്ട് KSUക്കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും കോൺഗ്രസുകാരന്റെയും ലക്കത്തിലേറാനാണ് ഈ പോലീസുകാർ കാത്തിയിട്ട് വരുന്നതെങ്കിൽ ഇവർക്ക് മുട്ടുകാൽ തല്ലിയൊടിക്കുന്ന കാലഘട്ടം അതിവിദൂരമല്ല. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.